5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് തള്ളി CPIയും കോൺഗ്രസും. ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പറഞ്ഞു. പൂരം കലക്കലിൽ ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ പ്രസക്തിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. പിന്നാലെ CPIയെ പരസ്യമായി KPCC പ്രസിഡന്റ് UDFിലേക്ക് ക്ഷണിച്ചു. തൃശൂർ പൂരം കലക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്ന് CPI ഒന്നടങ്കം ആരോപിക്കുമ്പോഴാണ് ബാഹ്യ ഇടപെടലില്ലെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ് CPI. റിപ്പോർട്ട് സ്വീകരിക്കാനാകില്ലെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. ബാഹ്യ ഇടപെടലില്ല എന്നുള്ള റിപ്പോർട്ട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന എങ്ങനെയാണ്? എനിക്കറിയാലോ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. റിപ്പോർട്ട് കോൺഗ്രസും തള്ളി. പൂരം കലക്കിയതിൽ ആരോപണ വിധേയനായ MR അജിത് കുമാർ തന്നെ നൽകിയ റിപ്പോർട്ടിന് പ്രസക്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും K മുരളീധരനും പ്രതികരിച്ചു. ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല. പൂരം കലക്കിയതിനെ കുറിച്ചുള്ളൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാം. പിന്നാലെ CPIയെ UDFിലേക്ക് സ്വാഗതം ചെയ്ത KPCC പ്രസിഡന്റ് K സുധാകരൻ. എന്തിന് നിങ്ങൾ ശ്വാസം മുട്ടണം? ഇവിടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വേറെയില്ലേ? സ്വതന്ത്രമായി എന്തുകൊണ്ട് നിന്നുകൂടാ CPIക്ക്? UDFിലേക്ക് തെറ്റിതിരുത്തി അവർ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിഗണിക്കും. പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ലെന്നും പോലീസ് ഇടപെടലാണെന്നും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ആരോപിച്ചു. 24 തൃശൂർ.